മരണവും നഷ്ടവും മനസ്സിലാക്കുന്നു. ശ്രീ ശ്രീ പരമഹംസ യോഗാനന്ദയുടെ രചനകളിൽ നിന്നുള്ള ഉദ്ധരണികൾ. മരണസമയത്ത് ആത്മാവ് ശരീരം വിട്ടുപോകുന്നു. സാധാരണ മനുഷ്യൻ മരണത്തെ ഭയത്തോടും സങ്കടത്തോടും കൂടി നോക്കുന്നുവെങ്കിലും സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അത്ഭുതകരമായ അനുഭവമായി മുൻഗാമികൾക്ക് അത് അറിയാം. മരണത്തിൽ ഭൗതിക ശരീരത്തിന്റെ എല്ലാ പരിമിതികളും നിങ്ങൾ മറക്കുകയും നിങ്ങൾ എത്ര സ്വതന്ത്രനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ ഒരു ഭയം ഉണ്ട്, അജ്ഞാതമായ ഭയം, ബോധത്തിന് അപരിചിതമായ എന്തെങ്കിലും. എന്നാൽ അതിനുശേഷം ഒരു വലിയ തിരിച്ചറിവ് വരുന്നു, ആത്മാവിന് ആശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷകരമായ ബോധം അനുഭവപ്പെടുന്നു. മർത്യശരീരത്തിൽ നിന്ന് വേറിട്ട് നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മളോരോരുത്തരും എന്നെങ്കിലും മരിക്കാൻ പോകുകയാണ്, അതിനാൽ മരണത്തെ പേടിച്ചിട്ട് കാര്യമില്ല. ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ബോധം നഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ദയനീയമായി തോന്നുന്നില്ല, കാത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയായി നിങ്ങൾ ഉറക്കത്തെ അംഗീകരിക്കുന്നു. അതുപോലെ മരണവും അത് വിശ്രമത്തിന്റെ അവസ്ഥയാണ്, ഈ ജീവിതത്തിൽ നിന്നുള്ള പെൻഷൻ. പേടിക്കേണ്ട കാര്യമില്ല. മരണം വരുമ്പോൾ ചിരിക്കുക. മരണം ഒരു അനുഭവം മാത്രമാണ്, അതിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ പാഠം പഠിക്കാൻ കഴിയും, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. നമ്മുടെ യഥാർത്ഥ ആത്മാവ് അനശ്വരമാണ്. മരണം എന്ന ആ മാറ്റത്തിൽ നമുക്ക് അല്പനേരം ഉറങ്ങാം, പക്ഷേ ഒരിക്കലും നശിക്കാനാവില്ല. നാം നിലനിൽക്കുന്നു, ആ അസ്തിത്വം ശാശ്വതമാണ്. തിരമാല കരയിലേക്ക് വരുന്നു, തുടർന്ന് കടലിലേക്ക് പോകുന്നു, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അത് സമുദ്രവുമായി ഒന്നായി മാറുന്നു, അല്ലെങ്കിൽ മറ്റൊരു തിരമാലയുടെ രൂപത്തിൽ വീണ്ടും മടങ്ങുന്നു. ഈ ശരീരം വന്നിരിക്കുന്നു, അത് അപ്രത്യക്ഷമാകും, എന്നാൽ അതിനുള്ളിലെ ആത്മാവിന്റെ സത്ത ഒരിക്കലും ഇല്ലാതാകില്ല. ആ ശാശ്വതമായ ബോധത്തെ ഇല്ലാതാക്കാൻ യാതൊന്നിനും കഴിയില്ല. ശാസ്ത്രം തെളിയിച്ചതുപോലെ ദ്രവ്യത്തിന്റെ ഒരു കണികയോ ഊർജ്ജ തരംഗമോ പോലും നശിപ്പിക്കാനാവാത്തതാണ് മനുഷ്യന്റെ ആത്മാവ്, അല്ലെങ്കിൽ ആത്മീയ സത്തയും നശിപ്പിക്കാനാവാത്തതാണ്. പദാർത്ഥം മാറ്റത്തിന് വിധേയമാകുന്നു, ആത്മാവ് മാറുന്ന അനുഭവങ്ങൾക്ക് വിധേയമാകുന്നു. സമൂലമായ മാറ്റങ്ങളെ മരണം എന്ന് വിളിക്കുന്നു, എന്നാൽ മരണമോ രൂപത്തിലെ മാറ്റമോ ആത്മീയ സത്തയെ മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ശരീരം ഒരു വസ്ത്രം മാത്രമാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾ എത്ര തവണ വസ്ത്രം മാറിയിട്ടുണ്ട്, എന്നിട്ടും ഇത് കാരണം നിങ്ങൾ മാറിയെന്ന് നിങ്ങൾ പറയില്ല. അതുപോലെ നിങ്ങൾ ഈ ശാരീരിക വസ്ത്രം മരണത്തിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ മാറില്ല. നിങ്ങളും അതുപോലെയാണ്, അനശ്വരമായ ആത്മാവ്, ദൈവത്തിന്റെ കുട്ടി. മരണം എന്ന വാക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, കാരണം മരണമില്ല. നിങ്ങൾക്ക് ജീവിതം മടുത്തപ്പോൾ നിങ്ങൾ മാംസത്തിന്റെ മേലങ്കി അഴിച്ചുമാറ്റി ജ്യോതിഷ ലോകത്തേക്ക് മടങ്ങുക. ഭഗവത്ഗീത ആത്മാവിന്റെ അമർത്യതയെക്കുറിച്ച് മനോഹരമായും ആശ്വാസകരമായും പറയുന്നു. ഒരിക്കലും ആത്മാവ് ജനിച്ചിട്ടില്ല, ആത്മാവ് ഒരിക്കലും ഇല്ലാതാകും. ഒരിക്കലും സമയമായിരുന്നില്ല, അങ്ങനെയല്ല, അവസാനവും തുടക്കവും സ്വപ്നങ്ങളാണ്. ജനനമില്ലാത്തതും മരണമില്ലാത്തതും മാറ്റമില്ലാത്തതും ആത്മാവായി എന്നേക്കും നിലനിൽക്കുന്നു. മരണം അതിനെ സ്പർശിച്ചിട്ടില്ല, മരിച്ചതായി തോന്നുമെങ്കിലും. മരണം അവസാനമല്ല, കർമ്മം, നീതിയുടെ നിയമം, നിങ്ങളുടെ ശരീരവും പരിസ്ഥിതിയും അവയുടെ ഉദ്ദേശ്യം നിറവേറ്റിയെന്ന് നിർണയിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാരീരിക ഭാരം താങ്ങാനാവാതെ നിങ്ങൾ വളരെ ക്ഷീണിതനാകുമ്പോഴോ തളർന്നിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ലഭിക്കുന്ന താൽക്കാലിക വിമോചനമാണ്. ഇനി മുതൽ നിലനിൽപ്പ്. വേദനാജനകമായ പീഡനങ്ങളിൽ നിന്ന് ഉണർന്ന് സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും ഉയിർത്തെഴുന്നേൽക്കുന്നതാണ് വേദന അനുഭവിക്കുന്നവർക്ക് മരണം. വയോധികർക്ക് ഇത് വർഷങ്ങളോളം ജീവിതത്തോട് പോരാടി നേടിയെടുത്ത പെൻഷനാണ്. എല്ലാവർക്കും ഇത് സ്വാഗതാർഹമായ വിശ്രമമാണ്. ഈ ലോകം മരണത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നും നിങ്ങളുടെ ശരീരവും ഉപേക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വളരെ ക്രൂരമായി തോന്നുന്നു. അവൻ കരുണയുള്ളവനാണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മരണപ്രക്രിയയെ ജ്ഞാനത്തിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ അത് ദൈവത്തിൽ വീണ്ടും ആനന്ദകരമായ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്ന ഒരു പേടിസ്വപ്നത്തിലൂടെ കടന്നുപോകുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമാണെന്ന് നിങ്ങൾ കാണുന്നു. വിശുദ്ധനും പാപിക്കും ഒരുപോലെ മരണസമയത്ത് സ്വാതന്ത്ര്യം നൽകുന്നു, യോഗ്യതയനുസരിച്ച് കൂടുതലോ കുറവോ. കർത്താവിന്റെ സ്വപ്ന ജ്യോതിഷ ലോകത്ത്, മരണസമയത്ത് ആത്മാക്കൾ പോകുന്ന ദേശത്ത്, അവർ തങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ ഒരിക്കലും അറിയാത്ത ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു. അതിനാൽ മരണത്തിന്റെ വ്യാമോഹത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിയോട് സഹപിക്കരുത്, കാരണം കുറച്ചു സമയത്തിനുള്ളിൽ അവൻ സ്വതന്ത്രനാകും. ആ വ്യാമോഹത്തിൽ നിന്ന് കരകയറുമ്പോൾ മരണം അത്ര മോശമായിരുന്നില്ല എന്ന് അവൻ കാണുന്നു.
തന്റെ മരണം ഒരു സ്വപ്നം മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു തീക്കും തന്നെ കത്തിക്കാൻ കഴിയില്ല, വെള്ളത്തിനു തന്നെ മുക്കിക്കൊല്ലാൻ കഴിയില്ലെന്ന് അവൻ സന്തോഷിക്കുന്നു. അവൻ സ്വതന്ത്രനും സുരക്ഷിതനുമാണ്. മരിക്കുന്ന മനുഷ്യന്റെ ബോധം, ശരീരത്തിന്റെ ഭാരം, ശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത, ശാരീരിക വേദന എന്നിവയിൽ നിന്ന് പെട്ടെന്ന് മോചനം നേടുന്നു. വളരെ ശാന്തവും മങ്ങിയതുമായ ഒരു തുരങ്കത്തിലൂടെ ഉയരുന്ന ഒരു തോന്നൽ ആത്മാവിന് അനുഭവപ്പെടുന്നു. അപ്പോൾ ആത്മാവ് വിസ്മൃതമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഭൗതിക ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ഗാഢമായ ഉറക്കത്തേക്കാൾ 1,00,000 മടങ്ങ് ആഴമേറിയതും കൂടുതൽ ആസ്വാദ്യകരവുമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതരീതികൾക്ക് അനുസൃതമായി മരണാനന്തര അവസ്ഥ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. വ്യത്യസ്ത ആളുകൾ അവരുടെ ഉറക്കത്തിന്റെ ദൈർഘ്യത്തിലും ആഴത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതുപോലെ മരണശേഷമുള്ള അവരുടെ അനുഭവങ്ങളിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഫാക്ടറിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന നല്ല മനുഷ്യൻ അല്പനേരത്തേക്ക് അബോധാവസ്ഥയിൽ ശാന്തമായ ഉറക്കത്തിലേക്ക് പോകുന്നു. ജ്യോതിഷലോകത്തിലെ ജീവിതത്തിന്റെ ഏതോ മേഖലയിൽ അവൻ ഉണരുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം മാളികളുണ്ട്. ആസ്ട്രൽ മേഖലയിലെ ആത്മാക്കൾ ഗോസാമർ വെളിച്ചത്തിൽ വസ്ത്രം ധരിക്കുന്നു. അവർ മാംസളമായ കവറുകളുള്ള അസ്ഥികളുടെ കെട്ടുകളിൽ തങ്ങളെത്തന്നെ പൊതിയുന്നില്ല. മറ്റ് അസംസ്കൃത ഖരവസ്തുക്കളുമായി കൂട്ടിയിടിച്ച് തകരുന്ന ദുർബലവും ഭാരമേറിയതുമായ ഫ്രെയിമുകൾ അവഹിക്കുന്നില്ല. അതിനാൽ ജ്യോതിഷഭൂമിയിൽ മനുഷ്യന്റെ ശരീരവും ഖരപദാർത്ഥങ്ങളും സമുദ്രങ്ങളും മിന്നലും രോഗവും തമ്മിൽ യുദ്ധമില്ല. അപകടങ്ങളുമില്ല, കാരണം എല്ലാ കാര്യങ്ങളും പരസ്പര സഹായത്തിലാണ്, ശത്രുതയിലല്ല. എല്ലാത്തരം വൈബ്രേഷനുകളും പരസ്പരം യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാ ശക്തികളും സമാധാനത്തിലും ബോധപൂർവമായ സഹായത്തിലും ജീവിക്കുന്നു. ആത്മാക്കൾ, അവർ ചവിട്ടുന്ന കിരണങ്ങൾ, അവർ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഓറഞ്ച് കിരണങ്ങൾ എല്ലാം ജീവനുള്ള പ്രകാശത്താൽ നിർമ്മിച്ചതാണ്. ആത്മാക്കൾ പരസ്പര ബോധത്തിലും സഹകരണത്തിലും ജീവിക്കുന്നു. ഓക്സിജനല്ല, മറിച്ച് ആത്മാവിന്റെ സന്തോഷമാണ് ശ്വസിക്കുന്നത്. മറ്റു ജീവികളുടെ സുഹൃത്തുക്കൾ ജ്യോതിഷ ലോകത്ത് പരസ്പരം എളുപ്പത്തിൽ തിരിച്ചറിയുന്നു, ശ്രീ യുക്തേശ്വർ പറഞ്ഞു. സൗഹൃദത്തിന്റെ അനശ്വരതയിൽ ആഹ്ലാദിക്കുന്ന അവർ സ്നേഹത്തിന്റെ അവിഭാജ്യത മനസ്സിലാക്കുന്നു. അഹികജീവിതത്തിന്റെ ദുഃഖകരവും വ്യാമോഹപരവുമായ വേർപാടിന്റെ സമയത്ത് പലപ്പോഴും സംശയിക്കപ്പെടുന്നു. മരണാനന്തര ജീവിതം എത്ര മഹത്തായതാണ്! അസ്ഥികളുടെ ഈ പഴയ ലഗേജിനെ അതിന്റെ എല്ലാ പ്രശ്നങ്ങളോടും കൂടി നിങ്ങൾ ഇനി ലഗേജ് ചെയ്യേണ്ടതില്ല. ശാരീരിക പരിമിതികളാൽ തടസ്സപ്പെടാതെ ജ്യോതിഷ സ്വർഗത്തിൽ നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അകാരണമായി ദുഃഖിക്കുന്നതിനുപകരം അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു ഉയർന്ന തലത്തിലേക്ക് പോയിട്ടുണ്ടെന്നും അവന് നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാമെന്നും മനസ്സിലാക്കുക. അവൻ സ്വതന്ത്രനായതിൽ സന്തോഷിക്കുക. നിങ്ങളുടെ സ്നേഹവും നന്മയും അവന്റെ മുന്നോട്ടുള്ള പാതയിൽ പ്രോത്സാഹനത്തിന്റെ സന്ദേശവാഹകരാകാൻ പ്രാർത്ഥിക്കുക. ഈ മനോഭാവം കൂടുതൽ സഹായകരമാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ നഷ്ടമായില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാകില്ല. എന്നാൽ അവരോട് ഏകാന്ത അനുഭവപ്പെടുമ്പോൾ അവരെ ഭൂമിയിൽ നിലനിർത്തുന്നതിന് സ്വാർത്ഥമായ അറ്റാച്ച്മെന്റ് കാരണമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പരേതനായ ആത്മാവിനെ കൂടുതൽ സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും മുന്നോട്ടു പോകുന്നതിൽ നിന്ന് അങ്ങേയറ്റത്തെ ദുഃഖം തടയുന്നു. കടന്നുപോയ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ ചിന്തകൾ അയക്കാൻ നിങ്ങളുടെ മുറിയിൽ നിശബ്ദമായി ഇരുന്നു ദൈവത്തെ ധ്യാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ അവന്റെ സമാധാനം അനുഭവപ്പെടുമ്പോൾ 2 പുരികങ്ങൾക്കിടയിലുള്ള ഇച്ഛാശക്തിയുടെ കേന്ദ്രമായ ക്രിസ്തു കുദസ്ഥ കേന്ദ്രത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒപ്പം പോയ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ സ്നേഹം പ്രക്ഷേപണം ചെയ്യുക. നിങ്ങൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ക്രിസ്തു കുടസ്ഥ കേന്ദ്രത്തിൽ ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും സ്പന്ദനങ്ങൾ ആ ആത്മാവിലേക്ക് അയയ്ക്കുക. നിങ്ങൾ ഇത് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ആ പ്രിയപ്പെട്ടവരോടുള്ള നിങ്ങളുടെ താൽപര്യത്തിന്റെ തീവ്രത നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ ആത്മാവിന് തീർച്ചയായും നിങ്ങളുടെ സ്പന്ദനങ്ങൾ ലഭിക്കും. അത്തരം ചിന്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ക്ഷേമബോധം നൽകുന്നു, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നൽ. നിങ്ങൾ അവരെ മറന്നതിനേക്കാൾ അവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും ചിന്തകൾ അയയ്ക്കുക. എന്നാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരുപക്ഷേ ഏതെങ്കിലും പ്രത്യേക വാർഷികത്തിൽ മാനസികമായി അവരോട് പറയുക, നമ്മൾ എപ്പോഴെങ്കിലും വീണ്ടും കണ്ടുമുട്ടുകയും പരസ്പരം നമ്മുടെ ദൈവിക സ്നേഹവും സൗഹൃദവും വളർത്തിയെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്നേഹനിർഭരമായ ചിന്തകൾ നിങ്ങൾ അവർക്ക് തുടർച്ചയായി അയച്ചാൽ എന്നെങ്കിലും നിങ്ങൾ അവരെ വീണ്ടും കാണും.
ഈ ജീവിതം അവസാനമല്ലെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ശാശ്വത ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണെന്നും നിങ്ങൾക്കറിയാം.